വന്ന് ബ്ലീഡിങ് ആയി നമ്മൾ പോകുന്ന വഴിയിലാണ് നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലും. കാരണം നമ്മൾ ഒരിടത്ത് കാണിച്ചു, അവിടുന്ന് റെഫർ ചെയ്ത് വേറെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു, അവിടുന്ന് നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ നോക്കിയായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റൽ നെക്സ്റ്റ് വീക്കാണ് പറയുന്നത്. പക്ഷേ ആ വീക്കിൽ തന്നെ എനിക്കിങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് എമർജൻസി ആയിട്ടുണ്ടായി. അപ്പോൾ പോകുന്ന യാത്രയിലാണ് ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളത് നമ്മൾ ഒരു ഡിസിഷൻ എടുത്തത്. സത്യം പറഞ്ഞാൽ ഒരു 2-3 സെക്കൻഡിനുള്ളിടത്ത ഒരു ഡിസിഷൻ ആയിരുന്നു ഏത് ഹോസ്പിറ്റലിൽ ഡെലിവറി നടക്കണം. വാവ ഉണ്ടായ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് 2-3 സെക്കൻഡിലെ ഒരു ഡിസിഷനിലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കാർഡിയോളജിനെ കാണാൻ പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുപോലെ 2 ദിവസം മുന്നേ വന്നതാണ്, ഇങ്ങനെയാണ് സംഭവം, ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് വന്ന ഡോക്ടർ കാണുമോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഡോക്ടർ സ്ഥിരം കാണുന്ന ഒരു പേഷ്യൻ്റ് അല്ല ഞാൻ, സ്ഥിരം കാണുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. അന്ന് ഒറ്റ പ്രാവശ്യം ഡോക്ടറെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആരാണെങ്കിലും അങ്ങനെ ഒരു ഇപ്പോൾ ഇങ്ങനെ കാർഡിയോളജിനെ കാണണം, ഡി ഡൈമറിൻ്റെ വാല്യൂ പ്രശ്നം, അപ്പോൾ ടെസ്റ്റ് ചെയ്യാതെ ഡോക്ടർ തോന്നുന്നു. ടെസ്റ്റിങ്ങിനൊക്കെ ടൈം നെക്സ്റ്റ് വീക്കിൽ തന്നിട്ടേ ഉള്ളൂ, സ്കാനിങ്ങിനുള്ള നെക്സ്റ്റ് വീക്ക് ടൈം തന്നിട്ടേ ഉള്ളൂ. അപ്പോൾ 7 മന്ത് വരെയുള്ള റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ സ്കാനിങ്ങിൻ്റെ ആണെങ്കിലും ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എമർജൻസി ആയിട്ട് എന്നെ റെഫർ ചെയ്ത ഹോസ്പിറ്റൽ തന്നെ ഫൈനലായിട്ട് നമുക്ക് ഡെലിവറിക്ക് വേണ്ടി ചെയ്യേണ്ട വന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടുള്ളല്ലോ ആ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിപ്പോട്ടെ. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ അന്ന് കണ്ട ഡോക്ടറെ സ്കാൻ ചെയ്യാൻ പറ്റും, നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഡോക്ടർ നമ്മളെ നോക്കിയില്ല. പിന്നെ നമ്മളെ അഡ്മിറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് അവർ നോക്കി. കാരണം ഔട്ട് പേഷ്യൻ്റ് ആണല്ലോ, സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അപ്പം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം 7 മാസത്തെ വരെ റിപ്പോർട്ടേ ഉള്ളൂ. 7-ാം മാസത്തെ ബ്രീച്ച് പൊസിഷന് കുഞ്ഞിൻ്റെ കറണ്ട് പൊസിഷൻ എന്താണെന്ന് അറിയത്തില്ല. എന്നിട്ട് അന്ന് സ്കാനിങ്ങിന് വേണ്ടി അവരുടെ ഡോക്ടർ പുറത്തോളം എനിക്കൊന്നും ഒരു 10-11 മണിയായി നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ. അപ്പം സ്കാൻ ചെയ്യുന്ന ഡോക്ടറൊന്നും അവിടെ ഇല്ല, അവരെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അവർ എന്തോ ഭാഗ്യത്തിന് അവർ ഹോസ്റ്റലിലായിരുന്നു തോന്നുന്നു അവർ നിന്നോണ്ടിരുന്നത്, അതോ അടുത്തെങ്ങാണ്ടായിരുന്നു. ലാസ്റ്റ് ഡോക്ടർ ഇല്ലയെന്ന് ഒരു ഓപ്ഷൻ പറഞ്ഞു, ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഡോക്ടർ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനും ചേട്ടായിയുടെ അമ്മയും എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എന്നിട്ട് സ്കാൻ ചെയ്യാൻ പിന്നെ ലാസ്റ്റ് ആ ഡോക്ടർ വന്നൊരു ലേഡി ഡോക്ടറായിരുന്നു. അപ്പോൾ എന്നെ ലേബർ റൂമിലേക്ക് കയറ്റുന്നതിന് മുന്നെയാണ് എൻ്റെ 9th മന്തിൻ്റെ സ്കാൻ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പം കാരണം ഒരു പ്രിൻറ്റും ഇമേജും എല്ലാം ഉണ്ട്. ഇത് ഒന്നുമില്ല. ഇതാ 7th മന്ത് സ്കാനിങ്ങിൽ ഓരോരോ ഇന്ന ലെങ്ത്, വെയിറ്റ്, അങ്ങനെ ഓരോരോ നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് ആ സ്കാനിങ് റിപ്പോർട്ടിൽ നോക്കിയപ്പോൾ ലെങ്ത്, ഇപ്പോൾ കറണ്ട് സ്കാൻ ചെയ്തപ്പോൾ എത്രയാണ്, വെയിറ്റ്, ഇത് അങ്ങനെ എല്ലാ ഡോക്ടർ കയ്യിൽ എഴുതിയ ഒരു പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ ലേബർ റൂമിലേക്ക് വിടുന്നത്. അപ്പോൾ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആരോടും ഒന്നും പറയാനും പറ്റത്തില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എന്നിട്ട് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് അമ്മയുടെ അമ്മേനെയും അനിയത്തിനെയും അവരുടെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ട് ഇന്നപോലെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, കാര്യങ്ങളെല്ലാം വിളിച്ച് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെന്നു, അഡ്മിറ്റായി. അപ്പോൾ ഒരു 12 മണി ഒരു ടൈം ആയപ്പോഴാണ് ലേബർ റൂമിലേക്ക് ഞാൻ പോകുന്നത്. അപ്പം ആ സമയത്ത് ഇത്രയും പേടി ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ടൈം എങ്ങനെ തരണം ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അപ്പം താഴത്തെ ഫ്ലോർ തൊട്ട് തന്നെ നമ്മളെ സ്ട്രക്ചറിലാണ് കൊണ്ടുവന്ന് ലേബർ റൂമിൽ കൊണ്ടുപോയി. അതിലൊക്കെ ഒരു പക്ക അവിടുത്തെ ചേട്ടന്മാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കൊണ്ടുപോയി സ്കാനിങ് കഴിഞ്ഞ് നേരെ ലേബർ റൂമിലേക്ക് ഇതാകും. അപ്പോൾ ഇവർ ഓൾറെഡി റൂം എടുത്തിട്ടുണ്ടായിരുന്നു. 2nd ഫ്ലോറിലാണെന്ന് തോന്നുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അഡ്മിഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പം ലേബർ റൂമിലേക്ക് പിന്നെ ആദ്യം ഒരു ഏരിയയിലേക്ക് കയറ്റി. അവിടെ ചെന്ന് കഴിയുമ്പം ബ്ലീഡിങ് ആയിട്ടാണല്ലോ പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ഇതായി. ഇപ്പം PV എന്നുള്ളൊരു പ്രോസസ്സ് ആദ്യമായിട്ട് ചെയ്തത് അവിടെയാണ്. അതിന് മുന്നേ PV ഒന്നും ചെയ്തിട്ടില്ല. PV ഭയങ്കര പെയിനാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇനി PVയും കൂടെ ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെ ആ ഒരു ടൈം എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതായിരുന്നു. പേടിയുണ്ട്, ആരോടൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാം പിടിയുന്നായിരുന്നു. എനിക്ക് അധികം ടെൻഷൻ അടിക്കാനുള്ളൊരു സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പം പെട്ടെന്ന് ചെന്ന് ലേബർ റൂമിൽ ചെന്നിട്ട് അത് നഴ്സ് 2 പേരുണ്ടായിരുന്നു. അവർ കൂളായിട്ട് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല പേടിയാണെന്ന്. അപ്പം അവന് പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സാഹചര്യം ആ ഒരു ടൈം തരണം ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് എനിക്ക് ആ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ എന്നെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ ബേബിയുടെ ഇത് നോക്കുന്നുണ്ട്. കാരണം ബ്ലീഡിങ് ആയിട്ട് ചെന്നുകൊണ്ട് ബേബിയുടെ ഹാർട്ട് ബീറ്റ് അതായത് നോർമൽ ഡോക്ടറെ വിളിച്ച് പറയുന്നുണ്ട്. ചെയ്ത് ഡോക്ടറാണോ ആരെയൊന്നും നമുക്കറിയത്തില്ല അപ്പോഴും. അതിനുശേഷം നമ്മുടെ കുറേ ബേസിക് ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, ഹസ്ബൻഡിൻ്റെ പേര്, നമ്മുടെ ജോബ്, പിന്നെ നമുക്കിങ്ങനെ ഷുഗർ ഉണ്ടോ, തൈറോയിഡ്, അങ്ങനെ കുറേ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി എല്ലാം അവർ നോട്ട് ചെയ്ത് വയ്ക്കും. സംസാരിച്ച് നമ്മളെ കൂളാക്കാൻ വേണ്ടി ചെയ്യുന്ന. സത്യം പറഞ്ഞാൽ എന്തൊരു ആശ്വാസം എന്നറിയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് എന്നോട് നേഴ്സ് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഇവിടെ അഡ്മിറ്റ് ആയിരുന്നല്ലേ, അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ വേണ്ടി ചെയ്യാതെ പോയതായില്ലേ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ ചെയ്യാതെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്കാനിങ്ങിൻ്റെ ഡേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് എടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യാതെ വന്നത്. അപ്പോൾ ആ ഡോക്ടർ അതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നോക്കാൻ വരാഞ്ഞത്. എന്നിട്ട് നമ്മൾ ലേബർ റൂമിൻ്റെ അകത്ത് കയറ്റി
കയറ്റി കഴിഞ്ഞ് ആദ്യം ഒരു ഏരിയ ആണ്, അതിനകത്ത് നമ്മളിവിടെ ആർക്ക് വേണേലും കയറാം. കയറി പറഞ്ഞു ഓർണമെൻറ്റ്സ് എല്ലാം അഴിച്ച് മാറ്റിയിട്ട് വരാനാണ് പറഞ്ഞത്. എല്ലാം അഴിച്ച് മാറ്റി ചരട് കയ്യിൽ ചരടൊക്കെ അമ്പലത്തിലൊക്കെ ഉണ്ട്, അതെല്ലാം അഴിച്ച് മാറ്റി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് ടെൻഷനാണ്. ചേട്ടായിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു 21-ാം തീയതി തൊട്ട് ഹോസ്പിറ്റലിൽ ഓട്ടം തുടങ്ങിയത്. ആൾക്കൊരു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആൾക്ക് എവിടെ എന്തൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നത്. ആൾക്കൊരു വെളിവില്ലാത്ത രീതിയിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഉറക്കമില്ല, മനുഷ്യന് ഉറക്കമില്ലെങ്കിൽ തന്നെ ഒരുമാതിരി പ്രാന്ത് പിടിച്ചൊരവസ്ഥയല്ലേ. എന്നിട്ട് ആളോട് പറയുന്നതല്ല ആൾ കേൾക്കുന്നത്, ആ ഒരു ലെവലിലാണ് ആൾ നിൽക്കുന്നത്. എന്നിട്ട് ആളിങ്ങനെ ഇപ്പം ഞാൻ പോട്ടെ, നീ എവിടെ പോകും എന്നോട് ചോദിക്കും, നീ എവിടെ പോകും, ലേബർ റൂമിൻ്റെ അകത്ത് നീ എവിടെയാണ് പോകുന്നത്, ആ ഒരു ലെവലായി ആൾക്ക്. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി ഞാൻ കയറാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ കയറാൻ പറ്റത്തേക്കും, കാരണം കുറേ മണിക്കൂറുകളായി അവർ അകത്ത് കയറാൻ പറഞ്ഞിട്ട് ഇതെല്ലാം മാറ്റിയിട്ട് ചെല്ലാൻ വേണ്ടി കുറേ നേരമായിരുന്നു. അകത്തുനിന്ന് വന്ന് പിന്നെയും പറഞ്ഞു അകത്ത് കയറാൻ പറഞ്ഞു. ഞാൻ അന്നപ്പോൾ ചേട്ടാനൊന്നും കണ്ടു. അപ്പം അമ്മേനെ ഞാൻ അതിന് മുന്നേ ലേബർ റൂമിൻ്റെ അകത്തോട്ട് കയറിക്കോ എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് മാത്രമേ അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അമ്മയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും കൊണ്ടുവരുന്ന സമയത്തും ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും അമ്മനെ കണ്ടില്ല, അമ്മ പുറകെ ഓടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലേബർ റൂമിനകത്ത് കയറുന്നതിന് മുന്നേ ഞാൻ ചേട്ടൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ലേബർ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ബേസിക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളെല്ലാം ചോദിച്ച് എല്ലാം ഇതായി റൂമിൽ ഫസ്റ്റ് ഒരു സ്റ്റേജിലിങ്ങനായി. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ നമ്മളെ കൂളാക്കാൻ വേണ്ടി അവർ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞ് അവർ വയറിൻ്റെ പുറത്തെ നമ്മുടെ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്തു. അല്ലാതെ പച്ചിലെ ഹെയർ എല്ലാം അവർ തന്നെ റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് കുറേ 2-3 ചേച്ചിമാരിങ്ങനെ എനിക്കൊന്ന് പെയിനുള്ള ട്രിപ്പ് കുത്തി ഇട്ടേക്കാണ്. അവരൊക്കെ നോർമലി അവിടെ തന്നെ കാണിക്കുന്നവരായിരിക്കാം, നമ്മൾ എമർജൻസി ആയിട്ട് ചെന്നാൽ. സത്യം പറഞ്ഞാൽ നഴ്സുമാരുടെയൊക്കെ അവരൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അവർക്ക് ഉറക്കൊന്നും പറയുന്നതില്ല. എപ്പോഴും അടുത്ത് വന്നിരുന്ന ഇതിൻ്റെ ഒരു ഇച്ചിരി പൊസിഷൻ ഒന്ന് ഇത് മാറിക്കഴിഞ്ഞാലൊക്കെ അവരപ്പോൾ തന്നെ വന്ന് എടുക്കും, നോക്കുകയൊക്കെ ചെയ്യും. കാരണം ഇതിന് വയറിൻ്റെ പുറത്തൊരു സാധനം ഇങ്ങനെ ബേബി ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കാൻ ചെയ്ത സമയത്ത് നമ്മുടെ ബ്രീച്ച് പൊസിഷൻ സെഫാലിക് പൊസിഷൻ ആയിട്ടുണ്ടായിരുന്നു. സെഫാലിക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി നടക്കുന്ന പൊസിഷനിലേക്ക് ബേബി വന്നിട്ടുണ്ടായിരുന്നു ബ്രീച്ച് പൊസിഷനിൽ നിന്ന്. പക്ഷെ അപ്പോഴും എനിക്ക് ഈ ഡയലൂഷനും കോൺട്രാക്ഷനും വലുതായിട്ടുണ്ടായിരുന്നില്ല. പെയിൻ വരും പോകും അങ്ങനെ അധികം നിൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് ബേബിയുടെ അനക്കം പറയണം. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് ടെൻഷൻ കൊണ്ടാണോ എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ വാവ ചവിട്ടുന്നതും അനങ്ങുന്നതൊക്കെ എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് ബേബി അനങ്ങുന്നതായിട്ടോ ചവിട്ടുന്നതായിട്ടോ ഒരു ഫീലിംഗ് ഇല്ല. പക്ഷേ അവർ പറയുന്നുണ്ട് വാവ അവിടെ ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്, ചേച്ചിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഫുള്ളി ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഞാനവിടെ ചുമ്മാ മറ്റുള്ളവർക്ക് മരുന്നിട്ട് കിടക്കാം, ഞാനിങ്ങനെ ചുമ്മാ കിടക്കാം. പക്ഷേ എനിക്ക് പെയിൻ വരുന്നില്ല. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം PV ചെക്ക് ചെയ്തോളൂ, ഒറ്റ പ്രാവശ്യം എനിക്ക് PV ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് പിന്നെ പേടിയാണ്, ഇനി ഇടയ്ക്കിടയ്ക്ക് PV ചെക്ക് ചെയ്യുമോ. അപ്പം അവരിങ്ങനെ വയറിൻ്റെ ആ ഒരു PV ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലായി വലുതായിട്ട് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല, പക്ഷേ എക്സ്പാൻഷൻ വരുന്നില്ല, അങ്ങനെ എന്തോണ് അവർ പറഞ്ഞത്. പക്ഷേ പെയിൻ വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ അവർ പറഞ്ഞു ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പെയിൻ്റെ ഒരു ലെവൽ അവർ നല്ലപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. പെയിൻ അത്യാവശ്യം നല്ലപോലെ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പൺ ആവുന്നില്ലായിരുന്നു. അതൊരു ഇത്ര സെൻറ്റിമീറ്റർ ആവണമല്ലോ, പക്ഷേ അതിൻ്റെ ഒരു വേരിയേഷൻ വരുന്നേ ഇല്ലായിരുന്നു. സെയിം ഒറ്റ പൊസിഷൻ തന്നെ നിൽക്കുകയാണ്. കാരണം 2.5 ആഴ്ച കൂടി ഇനി ഡെലിവറിക്ക് പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ നഴ്സുമാർ പറഞ്ഞു കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. സമയം 1 മണിയായി. അപ്പോൾ 1 മണി ആ ഒരു ടൈമിൽ ജസ്റ്റ് കുറച്ച് പെയിൻ വന്നു. പിന്നെ പെട്ടെന്ന് പോയി. പിന്നെ ഒരു 1:15 ആയപ്പോൾ വീണ്ടും ഇങ്ങനെ പിന്നെയാണ് 15 മിനിറ്റ് ഇടവിട്ട് പെയിൻ വരുന്നുണ്ടായിരുന്നു. നല്ല പെയിനായിരുന്നു. അത് ഞാൻ ടൈം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരം ഉറങ്ങി അങ്ങനെയൊക്കെ. പിന്നെ രാവിലെ 5:30 ആയപ്പോഴാണ് എന്നെ നോക്കാൻ വന്ന ഡോക്ടറെ കാണുന്നത്. ഡോക്ടർ സിസ്റ്ററാണ്. അപ്പം ഇന്നയാളാണ് എന്നെ ഡെലിവറി നോക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് സിസ്റ്റർ വന്ന് നോക്കി ഡോക്ടർ സിസ്റ്റർ വന്ന് നോക്കി. അവർ ഡിസ്കഷൻ നടത്തി. കാരണം പെയിൻ ഉണ്ട്, അപ്പോഴും ഡയലൂഷനും കോൺട്രാക്ഷനും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് അവർ ഒരു മെഡിസിൻ തന്നു. അതിന് എനിമ വെച്ചിട്ടുണ്ടായിരുന്നു. വയറ് ഫുൾ ക്ലീനായി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അതിന് മുന്നേ അകത്തിരുന്ന നേഴ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതുപോലെ 7:30 ഒരു കേസ് ഉണ്ടെന്ന്. അപ്പോഴും എനിക്ക് ഓപ്പറേഷൻ ആയിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ ആരുടെയും ആയിരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ എനിമ വന്നു, തിരിച്ച് ബെഡിൽ വന്ന് കിടന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും അവിടുത്തെ അവരുടെ പ്രോസസ്സെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എന്നോട് ഹസ്ബൻഡിനെ കാണണം, നമ്മൾ കാണണം, കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, അവരെവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നത്. മീൻസ് പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ലേബർ റൂമിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പെട്ടെന്നായതുകൊണ്ട് ആ ഒരു ടെൻഷൻ അടിക്കാനുള്ള സമയം എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ നടക്കുന്നു, അതങ്ങനെ ഗോ വിത്ത് ഫ്ലോ എന്ന് പറയുന്ന പോലെ അതങ്ങനെ നടന്നു. അപ്പോൾ ഹസ്ബൻഡിനെ കാണണ്ടേന്ന് ചോദിച്ചു. കാണണമെന്ന് പറഞ്ഞു. ഇവരിവിടുന്ന് വിളിച്ചൊരു 7 മണിയായപ്പം ചേട്ടായി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് യൂറിനറി ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും എൻ്റെ ബേസിക് ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നു ഓപ്പറേഷൻ ആണോ. പറഞ്ഞാൽ ഓപ്പറേഷനാണ്, നോർമൽ പറ്റില്ല, നോർമലിനുള്ള നമ്മളിത്ര നോക്കിയിട്ടും നോർമൽ നടക്കില്ല, ഇനിയിപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ല,
ബേബി ആ ഒരു ടൈമിൽ ബേബിയുടെ പൊസിഷൻ സെഫാലിക് പൊസിഷൻ ആയിട്ടുണ്ടായിരുന്നു, നോർമൽ ഡെലിവറിയുടെ പൊസിഷൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെർവിക്സ് ഓപ്പൺ ആകാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമർജൻസി ആയിട്ട് സി സെക്ഷൻ ചെയ്യേണ്ട വന്നു. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ കൺസേൺ ഫോം സൈൻ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആ ചേട്ടനെ വിളിച്ച്, അതിന് മുന്നേ ചേട്ടായിയോട് ഡോക്ടർ പുറത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പറേഷനാണ് അങ്ങനെയാണൊക്കെ. പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഫോമിൻ്റെ കേസ് കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. പിന്നെ അത് ഫില്ല് ചെയ്തിട്ടാണ് ആളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത്. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ലേബർ റൂമിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ ആ ജസ്റ്റ് ഒരു ടൈമിലാണ് ഞാൻ ചേട്ടായിനെ അമ്മനെ കാണുന്നത്. അവിടുന്ന് ഇവരും കൂടെ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ വരെ. അത് സമയത്തേക്ക് അനസ്തീഷ്യ ഡോക്ടറും വേറെ കുറേ സംബന്ധമായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അനസ്തീഷ്യ തന്നു ഫുൾ അനസ്തേഷ്യ അല്ല, പാർഷ്യൽ അനസ്തേഷ്യ ആയിരുന്നു. എനിക്ക് വേസ്റ്റിന് മുകളിലോട്ട് ബോധം ഉണ്ടായിരുന്നു, മീൻസ് എനിക്കറിയായിരുന്നു. കാരണം ഞാൻ ഇപ്പം ഇങ്ങനെയാണ് സംസാരിക്കുന്ന ആ രീതി തന്നെ കൈയൊക്കെ എടുത്ത് അനക്കിയൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ എൻ്റെ കാലിന് താഴോട്ട് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് അനസ്തേഷ്യ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 7 മണി ആയപ്പോഴത്തേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി, അനസ്തേഷ്യ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. അപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ അനസ്തേഷ്യ എന്ന ഡോക്ടറും റൈറ്റ് സൈഡിലൊരു നേഴ്സ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം, ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ നമ്മളൊന്നും അറിയില്ല, നമ്മൾ ആ ഒരു ടൈമിൽ അനസ്തേഷ്യ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെയിനോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ബേബി പുറത്ത് വന്ന സമയത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബേബിനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ടാണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ നമുക്ക് നല്ല എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, പുറത്തോട്ട് ഇങ്ങനെ ഈ പുക്കിൾക്കൊടി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ഒരു ഇതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ മാവ് പുറത്ത് വന്നതിന് ശേഷം അവൾ 2 പ്രാവശ്യം കരയുകയും ചുമക്കുകയും ചെയ്തു. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ കാര്യം സന്തോഷം കൊണ്ട് കണ്ണീന്ന് വെള്ളം വരികയാണ്. കാരണം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ല അറിയാൻ പറ്റത്തുള്ളൂ. അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. പക്ഷെ അതിന് ചേട്ടായിക്ക് കാണാനോ ഒന്നും പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം നമ്മളുടെ ഇവിടുത്തെ ഹോസ്പിറ്റലൊന്നും അങ്ങനെ ഹസ്ബൻഡിനെ കൂടെ നിർത്തുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം അതിന് ശേഷം എല്ലാം ഓക്കെ ആയി. പിന്നെ ബേബിനെ ഇവരെ പുറത്ത് നിൽക്കുന്നതിനെ കൊണ്ട് കാണിച്ചു. പക്ഷെ എന്നെ അപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വാവേനെ കാണുന്നത് വാവ ഉണ്ടായതിൻ്റെ അന്ന് വൈകിട്ട് ഒരു ഏകദേശം ഒരു 4-4:30 ആ ഒരു ടൈമിലാണ്. അപ്പം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് എന്നെ നേരെ പോസ്റ്റ് ഓപ്പറേഷൻ ICUലേക്ക് മാറ്റി. മീൻസ് ക്രിട്ടിക്കൽ ഇതായിട്ടല്ല, അതിന് പറയുന്ന പേര് അങ്ങനെയാണ്. അപ്പോൾ അതൊരു സർജിക്കൽ വാർഡാണ്, അതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ അന്ന് ഞാൻ മാത്രമായിരുന്നു ആദ്യം ചെന്ന പേഷ്യൻ്റ്. അത് കഴിഞ്ഞ് വേറൊരു ഓപ്പറേഷൻ പേഷ്യൻ്റ് കൂടെ ഉണ്ടായി, ഞങ്ങൾ രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ബെഡിലേക്ക്, മീൻസ് ഇപ്പുറത്തൊരു ബെഡിലേക്ക് മാറിയിട്ട് വേണം നമ്മളെ ഇതിലേക്ക് സർജിക്കൽ ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ നമ്മൾ തന്നെയാണ് അവർ പിടിക്കും, പിടിച്ച് നമ്മളെ ബെഡിലേക്ക് മാറ്റുന്നത്. പക്ഷെ എന്നാലും അപ്പോൾ കൈയും കാലും നമുക്ക് കാലനക്കാൻ പറ്റില്ല, കാരണം ഫുള്ളി പാരലൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഒരു വിധത്തിലാണ് അവരും ഹെൽപ്പ് ചെയ്ത് നമ്മളെ എടുത്ത് കിടത്തുന്നത്. അങ്ങനെ പോസ്റ്റ് സർജിക്കൽ ഇതിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഓൾറെഡി അവിടെ എയർ കണ്ടീഷനാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഒരു തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തണുപ്പോ വിറയലോ ഒക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അവർ AC ഓഫ് ചെയ്തു, കുറേ കമ്പിളി പുതപ്പ് അങ്ങനെ പുതയ്ക്കാൻ വേണ്ടി കൊണ്ടു തന്നു. അങ്ങനെ കുറേ നമ്മുടെ ബോഡി ഒന്ന് വാമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മീൻസ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് സ്റ്റിച്ച് എല്ലാം ഇട്ടതിന് ശേഷം ഒരു PV ഉണ്ടായിരുന്നു. അയ്യോ, അത് പറയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പെയിൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത പെയിന്, അതിൻ്റെ കൂടെ PVയുടെ പെയിൻ. ഞാൻ എന്നിട്ട് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കരയുന്നത്. ഇത്രയൊരു പ്രോസസ് വന്നിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. ആ PV ചെയ്തപ്പോഴാണ് ഞാൻ കരയുന്നത്. ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇനിയും PV ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. PVയുടെ കാര്യം എടുത്തിട്ട് പിന്നെ ടെൻഷൻ. ഞാൻ വിചാരിച്ചു ഡെലിവറിക്ക് മുന്നേ മാത്രമേ കാണത്തുള്ളായിരിക്കും, ഇത് കഴിഞ്ഞിട്ടൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡെലിവറി എക്സ്പീരിയൻസും ലേബർ റൂം എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതിവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ എന്നെപ്പോലെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കൂളായിട്ട് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ. കാരണം ഒരുപാട് പേടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത് വളരെ കൂളായിട്ട് പോയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ.